ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു കസ്റ്റർഡ് പുഡിംഗ് ബൈറ്റ്സ് ഉണ്ടാക്കിയാലോ. ഇത് ബൈറ്റ്സ് ആയിട്ടും പുഡിംഗ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആദ്യം തന്നെ ഒരു ബൗളെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 5 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു കസ്റ്റർഡ് പൗഡറിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പാണ് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരം ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ഫ്രൈ പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്, നോൺ സ്റ്റിക്കിൻ്റെ. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്ക് മിൽമൻ്റെ പാലും പ്ലസ് 1/2 കപ്പ് കസ്റ്റർഡ് മിക്സ് ചെയ്യാനുള്ള പാലുമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റ് പാൽ മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതെന്തിനാണ് അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത്. ഇനി ഒന്നുമില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അത്രേ പണിയുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ വൈറലായിട്ടുള്ള മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ് ഉണ്ടല്ലോ, ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിനും ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ ഞാനെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് തയ്യാറായി കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല കേട്ടോ. നമ്മളൊരു പുഡിംഗ് ട്രേയോ അല്ലെങ്കിൽ നമ്മൾ എന്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ചൊരു ഓയിലോ അല്ലെങ്കിൽ ഒരു ബട്ടറോ തടവിയിട്ട് ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പുഡിംഗ് ട്രേയിലും പിന്നെ ഇത് ഈ ഒരു ചെറിയൊരു ബൗളിലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രീസറിൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ 2 മുതൽ 3 മണിക്കൂർ വരെ നമുക്കിത് തണുപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഉറഞ്ഞു കിട്ടണമെങ്കിൽ, ക്യൂബ്സ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളൊരു 3 മണിക്കൂർ വരെ വെച്ചാൽ കഴിയും കേട്ടോ. 2 മണിക്കൂറാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കാവും, എന്നാൽ നല്ലൊരു ക്രീമി ടെക്സ്ചറും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു 1.25 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ മിൽക്ക് പൗഡറിലോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം കുറച്ച് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ടൊന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകും. നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.